വെൽക്കം ബാക്ക്. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് MC ലൈഫ് സീസൺ 2 ആയിട്ടാണ് സുഹൃത്തുക്കളെ. ഇന്ന് നമ്മളിവിടെ ബേസിൽ കുറച്ച് അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കസ്റ്റം വില്ലേജ് ഇവിടെ പണിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് കാണിച്ചു തരാനും ബാക്കി അപ്ഡേറ്റ്സൊക്കെ കാണിച്ചു തരാനും ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഡ്രാഗൻ്റെ സ്റ്റാച്ചു അത് ബാക്കിൽ കാണുന്നുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ നെതറൊക്കെ ഓപ്പണായി, നമ്മൾ നെതറിലൊക്കെ കയറി ഫുള്ള് സെറ്റായി പവറാക്കി ഗൈസ്. കൂടുതൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിനെ കാട്ടി. അതാണ് ഇത്രയും ദിവസം വീഡിയോ ഇടാൻ താമസിച്ചത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ സുഹൃത്തുക്കളെ, ചാനൽ പുതിയതായിട്ട് ഏതെങ്കിലും കൂട്ടുകാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഇവനൊക്കെ ഇത് എവിടെ നിന്ന് വന്ന് നെതറിൽ നിന്ന് ഇറങ്ങിയത്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ നെതറൈറ്റ് ആർമർ ആയിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടിരുന്നു, നിങ്ങൾ കണ്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യൂട്യൂബിൽ പോസ്റ്റ് ഇടാൻ മറന്നു പോയി. ഇനി വരുന്ന അപ്ഡേറ്റൊക്കെ യൂട്യൂബിൽ ഇട്ടോളാം, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടോളാം. ഞാൻ മറന്നുപോയി. ഓക്കെ, സീനില്ല. അപ്പോൾ നമുക്കൊന്ന് കിടന്നുറങ്ങാം, നൈറ്റായി. അപ്പോൾ സെർവറിൽ ഇപ്പോൾ റെഡ്സുഗയുണ്ട്. ഓക്കെ, അവൻ്റെ ബേസിൽ എന്തോ പണിയിലാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. പിന്നെ നമ്മളെ സൈഡിലൊരു ടാബ് ഉണ്ടായിരുന്നല്ലോ, അത് പോയി ഗൈസ്. അത് പുതിയ വെർഷനിലോട്ട് അപ്ഡേറ്റ് ചെയ്തപ്പോൾ തനിയെ പോയി. അത് പുതിയ വെർഷൻ ഇനി വരുന്നത് വരെ അത് കിട്ടത്തില്ല. അപ്പം പുതിയ വെർഷനിലോട്ട് ആ ഒരു പ്ലഗിൻ വരുന്നത് വരെ കിട്ടത്തില്ല. അപ്പോൾ അത് നമ്മൾ കിട്ടുമ്പോൾ സെറ്റാകും. പിന്നെ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് നമ്മളെ എൻഡ് ടാസ്കിൽ നമ്മൾ ചെയ്തതാണ്ട് ഈ ട്രീ ഹൗസാണ്. അത് GT ആണ് ബിൽഡ് ചെയ്തത്. പിന്നെ ഈ ഒരു മൈനിങ് ഏരിയ ഞാൻ കുറച്ച് സെറ്റാക്കി എടുത്തത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്തൊരു മൈനിങ് ഏരിയ ഞാൻ റെഡി ആക്കുമെന്ന്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് പ്ലെയിൻ ആയി പോയെന്ന് അറിയാം. അതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ ഡെക്കറേറ്റ് ചെയ്യാം. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, ഇവിടെ ഒരു ചെറിയൊരു ക്രെയിൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു പാലം വന്നപ്പം മഞ്ഞുപോയി, കാണാൻ വയ്യാതായിപ്പോയി. ആവശ്യമില്ല. പിന്നെ ഇവിടെ നിന്നാണ് ക്രെയിനിൽ സാധനം എടുത്തുകൊണ്ട് പോകണം. അത് കാണിക്കാനാണ് ഇവിടെ ഇങ്ങനെ ഇച്ചിരി കുഴിച്ചിട്ടേക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ ഇവിടം വരെ നമ്മുടെ റെയിൽ ട്രാക്ക് കൊണ്ടുവന്ന് എൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡേർട്ട് നമുക്ക് മുകളിലോട്ട് എവിടെയെങ്കിലും വെച്ചേക്കാം. നമുക്ക് ഈ ഒരു ബ്ലോക്ക് ഇങ്ങോട്ട് വെച്ചേക്കാം. അത് വെറുതെ അലങ്കോലമായിട്ട് കിടക്കേണ്ട, അത് അവിടെ ഇരുന്നോട്ടെ. ഇടയ്ക്കിടയ്ക്ക് ചെറിയ നെറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് ബെഡ്റോക്കിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഡിസ്കണക്റ്റ് ആയി പോകും. സെർവറിൻ്റെ പ്രശ്നമല്ല, എൻ്റെ പ്രശ്നമാണ്. എന്താ അറിയത്തില്ല. വൈഫൈ ആയിട്ടും എൻ്റെ മൈൻക്രാഫ്റ്റിന് എൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യം. അഡർനോസ് സെർവർ അഡർനോസാണ്. അപ്പം അതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഇഷ്യൂ, വേറെ ആർക്കും ഇല്ല. പിന്നെ നമ്മളിവിടെ ലൈറ്റൊക്കെ വെച്ച് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഫുള്ള് ലൈറ്റ് അപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ അധികം മോബ്സ് ഒന്നും സ്പോൺ ആവില്ല. പിന്നെ നമ്മളെ GT എൻ്റെ ടാസ്കിൻ്റെ ട്രീ ഹൗസ് ബിൽഡ് ചെയ്തു. അപ്പോൾ അതാണ് സംഭവം. അത് നമുക്ക് ഒരു ട്രീ ഹൗസ് കാണാം. പിന്നെ അവിടെ ഒരു ബെഡുണ്ട്. ഇതാണ് നമ്മളെ ട്രീ ഹൗസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ട്രീ ഹൗസ് എങ്ങനെയുണ്ട് ഗൈസ് നിങ്ങൾ പറയുക. നമ്മുടെ GT ബിൽഡ് ചെയ്തതാണ്. ഓക്കെ, ഇതാ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം നമ്മുടെ കസ്റ്റം വില്ലേജ് കിട്ടിലും ഒക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഞാനാണ് ബിൽഡ് ചെയ്തത് ഫുള്ള്. റിസോഴ്സ് കുറച്ച് GT കളക്ട് ചെയ്ത് കഴിഞ്ഞു, ബാക്കി ഞാനും കളക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഫുള്ളിരുന്ന് ബിൽഡ് ചെയ്തു. ഇതെന്താ ഇറങ്ങാൻ പറ്റാത്ത കുറേ നേരമായില്ല. ഓക്കെ ഫൈനലി നമ്മളങ്ങനെ താഴോട്ട് എത്തിയിരിക്കുകയാണ്. ഇതൊക്കെ പ്രശ്നമുണ്ട് ഗൈസ്. അപ്പോൾ ആദ്യമേ തന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു ടവറിനകത്ത് കയറാനുള്ള പരിപാടി. ഇതിനകത്തൊന്ന് കയറി കാണിച്ചു തരാം ഗൈസ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ ഇതിലെ കൂടെ നമുക്ക് നടക്കാം, കാണാം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് നമ്മളുടെ വെപ്പൺ സ്മിത്തിൻ്റെ വീട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ലാവയൊക്കെ ഒഴിച്ച് ഇങ്ങനെ അടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കോൾ ബ്ലോക്കൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ വെപ്പൺ സ്മിത്തിൻ്റെ ആണല്ലോ, കുറച്ച് കരിയും പുകയും അതൊക്കെ വേണമല്ലോ. പിന്നെ ലാവയും ഒക്കെ നല്ലതല്ലേ. ഓക്കെ, പിന്നെ നമ്മൾ ചെറിയൊരു സംഭവം റെയിലൊക്കെ വെച്ചിട്ട് ഫർണസും മൈൻ കാർട്ട് വിത്ത് ഫർണസും മൈൻ കാർട്ട് വിത്ത് ചെസ്റ്റും ഒക്കെ പോകുന്ന രീതി സെറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയ പണി കഴിഞ്ഞിട്ട് വെപ്പൺ സ്മിത്തിന് കൈ കഴുകാനുള്ള സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇവിടെ ഫിനിഷായ ആർമർ, ഫ്രഷ് ആർമർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അയൺ ആർമർ. പിന്നെ ഇവിടെ ബെഡ് ഇട്ടിട്ടുണ്ട്, ചെസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത്രയൊക്കെ തന്നെ, വലുതായിട്ടൊന്നുമില്ല. പിന്നെ ബിൽഡ് കുറച്ച് എസ്തെറ്റിക് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളതാണ് ഭയങ്കര ലേറ്റായിട്ടാണ് എൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് തീർത്തത്. പിന്നെ ഇതാണ് ചർച്ച് മാത്രമല്ല, ഫ്ലെച്ചറിൻ്റെ വീട് കൂടെ ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ അതങ്ങനെ ചർച്ചാക്കി, ഞാൻ വലിയ ചർച്ചായിപ്പോയി. ഓക്കെ, വിഷയമില്ല. പിന്നെ
ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് മുകളിലോട്ട് കയറാം. ഇവിടുന്ന് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ആ മണി അടിക്കാം. പള്ളിമണി അങ്ങനെ എന്തൊരു സംഭവമില്ലേ, അത് സെറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പം ഞാൻ റെഫറൻസ് എടുത്ത ഒരു യൂട്യൂബ് വീഡിയോയ്ക്കകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ബിൽഡ് ചെയ്തതാണ്, അല്ലാതെ എനിക്ക് ചർച്ച് ബിൽഡ് ചെയ്യാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടേ. അപ്പോൾ അതിനകത്ത് മണി ഉണ്ടായിരുന്നു. ഓക്കെ, പള്ളിമണി. ഇത് ഡോറടയുന്നില്ല. ഓക്കെ, സെറ്റ്. പിന്നെ ഗൈസ് ഇവിടെ ആയിട്ട് നമ്മളുടെ ഫ്ലച്ചറിന് കിടന്നുറങ്ങാനുള്ള, ഫ്ലച്ചർ അല്ലെങ്കിൽ പള്ളിയച്ഛന് കിടന്നുറങ്ങാനുള്ള സ്ഥലം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് പ്രാർത്ഥനയൊക്കെ നടക്കുന്നത്. അതാണ് സംഭവം, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റാണ്. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ഫാർമറിൻ്റെ വീടുണ്ട്. അപ്പോൾ അതാണ് സംഭവം. ഫാർമറിൻ്റെ വീടിനകത്തൊന്നും ഇൻറ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല, അതിങ്ങനെ പണിഞ്ഞിട്ടിട്ടേ ഉള്ളൂ. അത് ഇൻറ്റീരിയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ ഒരു ചെറിയൊരു ഫീൽഡ്, നമ്മളെ വീട്ടിൻ്റെ ഒരു ചെറിയ ഫീൽഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് ആയിരിക്കും നമ്മുടെ മെഗാ ബേസ് ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. നടക്കുവാണെങ്കിൽ ഇങ്ങോട്ടായിരിക്കും മെഗാ ബേസ് ബിൽഡ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങോട്ട് കുറച്ച് പരിപാടികളൊക്കെ സെറ്റ് ആക്കേണ്ട, അതൊക്കെ നമ്മൾ വഴിയെ കാണിച്ചു തരാം. അതൊക്കെ ഉടനെ അതിനായിരുന്നു. പിന്നെ ഗൈസ് ഇതെന്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബിൽഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വളരെ ലേറ്റായത്. വീഡിയോ ഇടാൻ വളരെ ലേറ്റായത്. ഒന്നാമത് ഇതിൻ്റെ റിസോഴ്സ് ഗ്യാതറിങ്, എൻ്റെ പൊന്നോ പണി പാളി. മറ്റേ ബ്ലാക്ക് ഡൈ വേണം, അപ്പം അത് ഒപ്പിക്കാൻ പോയാണ് പണി പാളിയത്. ഇത് ഇങ്ങനെ ബിൽഡ് ചെയ്യാൻ പോയിട്ടാണ്, വല്ല ഒബ്സിഡിയനും വെച്ച് ബിൽഡ് ചെയ്തായിരുന്നെങ്കിൽ ഇതിൽ നിന്നും പെട്ടെന്ന് തീർന്നേനെ. പിന്നെ ഇരുന്നങ്ങ് ബിൽഡ് ചെയ്തു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ടാസ്കിനകത്തുള്ളതാണ്. ഡ്രാഗൻ്റെ നമ്മൾ നെതർ ടാസ്കിനകത്ത് ഏതെങ്കിലും ഒരു മോബിൻ്റെ സ്റ്റാച്ചു ഉണ്ടാക്കണമായിരുന്നു. നമ്മളത് ഡ്രാഗൻ്റെ സ്റ്റാച്ചു ബിൽഡ് ചെയ്തത്. പിന്നെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, എന്തുവാ, ഡ്രാഗൻ്റെ മുട്ടയുടെ സ്റ്റാച്ചു ബിൽഡ് ചെയ്യണം. ഡ്രാഗൻ്റെ എഗ്ഗിൻ്റെ സ്റ്റാച്ചു. അപ്പോൾ അതാണ് നമ്മൾ ബിൽഡ് ചെയ്തേക്കുന്നത്. നമ്മളതാണ് ഏറ്റവും വലുത് ഈ സെർവറിലെ ഡ്രാഗൺ സ്റ്റാച്ചു. ഇത് ഫുള്ള് വൂളാണ് കേട്ടോ. എവിടെ നിന്നെങ്കിലും ഒരു തീ കത്തിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ നിന്ന് കത്തും. അതുകൊണ്ട് കുറച്ച് ഗ്ലാസും കൂടെ വെച്ച് കവർ ചെയ്യണം. അത് വഴിയെ സെറ്റാക്കണം. ചിലപ്പോൾ ചെയ്യില്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിന്നോട്ടെ, അതാ കത്തിപ്പോണേ പോട്ടെ, നമ്മളെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക, അത്ര എനിക്ക് അറിഞ്ഞാൽ മതി. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇൻറ്റീരിയർ ഇല്ല, പക്ഷേ വീട് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇൻറ്റീരിയർ ഒന്നും ചെയ്യാൻ സമയമില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ചെയ്തില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണിയെടുക്കാത്തവനുണ്ടല്ലോ, പച്ചക്കോട്ടിൻ്റെ വീടാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ഹൗസ്. ലൈബ്രറിയൻ്റെ ഹൗസാണ്. നമ്മുടെ അപ്പം ഇവിടെ ലൈബ്രറി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ലൈബ്രറിയറിന് കിടക്കാനുള്ള ആ ഒരു ബെഡൊക്കെ ഇട്ടിട്ടുണ്ട്. ഏണി വലിഞ്ഞ് കയറിയിട്ട് നമ്മളിവിടെ നിന്ന് ബുക്കൊക്കെ എടുക്കണം. അതൊക്കെയാണ് ലോജിക്ക്. അങ്ങനെ സെറ്റ് ചെയ്തതാണ്. ഇൻറ്റീരിയറൊക്കെ ഫുൾ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം അത്രയാണ് നമ്മളിവിടെ ചെയ്തത്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത്രയാണ് നമ്മളിവിടെ ഇത്ര ദിവസം ഇരുന്ന് ചെയ്തത്. നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിനെല്ലാം നല്ല ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്ത് ചെയ്തുകൊണ്ടും പിന്നെ ഈ ഡ്രാഗൻ്റെ മുട്ട ഉണ്ടാക്കാൻ പോയതുകൊണ്ട് ഈ ചർച്ച് ഇത്രയും വലുതാക്കി ബിൽഡ് ചെയ്തുകൊണ്ടുമാണ് ഇത്രയും ദിവസം സമയമെടുത്തത്. ഓക്കെ, ഫൈനലി ഗൈസ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ മറ്റൊരു കാണാം. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ് സൈനിങ് ഓഫ്. ബൈ.